നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. കാരണം RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ്, RBI റേറ്റ് കട്ട് ചെയ്യുമോ അതോ ഹോൾഡ് ചെയ്യുമ്പോൾ അതോ കുറയ്ക്കുമോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുമോ, ഇങ്ങനെയുള്ള 3 സിനാരിയോ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ ഈ പൊതുവെ അനലിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നത് റേറ്റ് കട്ട് ചെയ്യില്ല, പക്ഷേ റേറ്റ് സ്റ്റേബിളായിട്ട് തന്നെ നിലനിർത്തുമെന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം വരുന്ന RBI ഗവർണറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച്, ഇന്ത്യൻ GDP ഫോർകാസ്റ്റുകൾ, അല്ലെങ്കിൽ പല എക്കണോമിക് ഡേറ്റാസും ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ ഡേറ്റാസ് ഉൾപ്പെടെയുള്ള ഡേറ്റയാണ് മാർക്കറ്റിന് വളരെയധികം സ്വാധീനം ചെലുത്താനായിട്ടുള്ള സാധ്യത. ഇന്ന് നമ്മൾ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം, ഇന്നലെ വളരെ വോളറ്റൈൽ മാർക്കറ്റായിരുന്നു. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ട്രൂപ്പ് എല്ലാം തന്നെ, ഇസ്രായേൽ സൈന്യമെല്ലാം തന്നെ സൗത്ത് ലെബനിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള ന്യൂസ് നമ്മൾ കണ്ടു. പിന്നീട് ലെബനൻ പ്രസിഡന്റ് സീസ് ഫയർ പ്രഖ്യാപിച്ചു എന്നുള്ള ന്യൂസൊക്കെ, വളരെ പോസിറ്റീവായുള്ള ന്യൂസൊക്കെ നമ്മൾ കണ്ടു. അതിന് പ്രകാരം US മാർക്കറ്റ്, എസ്പെഷ്യലി ഡോ, ഗംഭീര റാലി നടത്തി. US മാർക്കറ്റ് ഓൾ ടൈം ഹൈ ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം ഡോ റാലി രേഖപ്പെടുത്തും, നെക്സ്റ്റ് ഡേ നാസ്ഡാക്ക് റാലി രേഖപ്പെടുത്തും. അതായത് ടെക്നോളജി ഇൻഡെക്സുകൾ റാലി രേഖപ്പെടുത്തും. ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനെയല്ല. ഈ ഒരു യുദ്ധം കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിട്ടുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനാണ്. മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്, ഒരു സെൻറ്റിമെൻറ്റ്സാണ് ഉള്ളത്. എനിവേ, ഇന്ന് RBI അതിന് ഇന്നത്തെ ആ ഒരു MBC മീറ്റിംഗ് വലിയ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് ഫ്ലാറ്റായിരുന്നു, എന്നാൽ ഡോ കാണാം 1.73% റാലിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. FTSE, CAC 40, ഡാക്സ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റും പ്ലസ്സിലായിരുന്നു. ഇന്ത്യ വിക്സ് ഇന്നലെ ക്രാഷ് ചെയ്തിരുന്നു. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ, കൊറിയ, ഓസ്ട്രേലിയ, നാസ്ഡാക്ക് ഫ്യൂച്ചർ, ഡോ ഫ്യൂച്ചർ, ഗിഫ്റ്റ് നിഫ്റ്റി എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഏഷ്യൻ മാർക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ്, വളരെ വലിയ നെഗറ്റീവും, ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റായിട്ടുള്ള ഓപ്പണിങ്ങുമാണ്. ഇനി നാച്ചുറൽ ഗ്യാസും കാണാം. ബ്രന്റ് ഓയിൽ 94, ബിറ്റ്കോയിൻ ഒന്ന് പച്ച പിടിച്ചു 63, സിൽവർ 73, ഗോൾഡ് 4469 എന്ന നിലയിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാവട്ടെ വളരെ വോളറ്റൈലാണ്. അവിടെയും ഇൻഫോസിസിൽ ഇന്നലെ പ്രശ്നം ഉണ്ടായില്ല, എന്നാൽ വിപ്രോ 3% ഇടിഞ്ഞു എന്നുള്ള കാര്യമുണ്ട്. ICICI ബാങ്ക്, HDFC ബാങ്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിന് കാരണമുണ്ട്, ഇന്നലെ നമ്മളുടെ ബാങ്കിങ് സെക്ടർ കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടർച്ചയായ രീതിയിൽ പോസിറ്റീവായിരുന്നു. ബാങ്ക് നിഫ്റ്റി വളരെ പോസിറ്റീവായിരുന്നു. ഇന്നലെ ICICI ബാങ്ക്, HDFC ബാങ്ക് ഇവിടെ പോസിറ്റീവായിരുന്നു. ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ അവിടെ കണ്ടു. അല്ലാതെ പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റ് ബാങ്കിങ് ADR സ്റ്റോക്കുകൾ നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ് വാസ്തവം. ഇനി ഗ്ലോബലി ഉള്ള യുദ്ധ വിഷയങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ, ഇസ്രായേൽ ലെബനാൻ വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ ഈ ഒരു മധ്യസ്ഥയിൽ ഈ ഒരു കാര്യം നടന്നു എന്നുള്ളത് സത്യമായിരുന്നു. എന്നാൽ ഈ ഒരു ഹിസ്ബുള്ള ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഈ ഒരു വെടിനിർത്തൽ. അതായത് വെടിനിർത്തൽ അവിടെ വീണ്ടും ഉണ്ടാവാം. അപ്പോൾ ഹിസ്ബുള്ള പറയുന്നത് ഈ ലെബനനിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങാതെ സമാധാനം ഉണ്ടാവില്ല, പ്രതിരോധം തുടരുമെന്നാണ് ഹിസ്ബുള്ള നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇനി ഇറാൻ അമേരിക്ക ചർച്ചകളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഉള്ള പോലെ ആ ഒരു പ്രോഗ്രസ് ഈ ഒരു ആഴ്ച ഇല്ല എന്ന് തെഹ്റാൻ അറിയിച്ചു. ഇനി ചർച്ച പരാജയപ്പെട്ടാൽ അമേരിക്ക ഈ ഒരു യുദ്ധം കടുപ്പിക്കുമെന്ന് പറയും പോലെ തന്നെ ഇറാനും ഈ ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലെ ഗതാഗതം തടയുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നടത്തിയിട്ടുണ്ട്. ഇനി IAEAയുടെ റിപ്പോർട്ട്, അന്താരാഷ്ട്ര ആണവോർജ എനർജിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്, ഈ യുദ്ധമൊക്കെ നടന്നല്ലോ, ഈ യുദ്ധം നടന്നെങ്കിൽ കൂടിയും ഇറാൻ അവരുടെ യുറേനിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ പദ്ധതികളിൽ വലിയ മാറ്റമൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ IAEA അറിയിച്ചിരിക്കുന്നത്. യുദ്ധം എന്തിനു വേണ്ടി തുടങ്ങിയോ അതിൻ്റെ യാതൊരു ലക്ഷ്യവും പൂർത്തീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഹോർമുസിൻ്റെ നിയന്ത്രണം ഇറാനിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് പോകാതിന് ശേഷം നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ അപ്സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഈ നമ്മളത് ഓപ്ഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഫാറോട്ടിയും അവൈലബിൾ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള
വാർത്തകൾ മാത്രമാണ്. രാജേഷ് എക്സ്പോർട്ടിൻ്റെ സിഇഒനെ സെബി ബാൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. അതിനുശേഷം ഈ കമ്പനിയുടെ റവന്യൂവിലോ മറ്റുള്ള കാര്യങ്ങളിലും ഫിനാൻഷ്യലിലും തന്നെ ആക്യുറേറ്റ് ആണ് എന്നുള്ളത് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ സ്റ്റോക്ക് ഇന്നലെ ലോവർ സർക്യൂട്ടാണ്, അത് ശ്രദ്ധിക്കുക. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ ഇവരുടെ സെയിൽസ് വോളിയം ഏകദേശം ഒരു 20% കൂടിയിട്ട് 2030 കൂടിയിട്ട് വർദ്ധിപ്പിക്കുമെന്നുള്ള ന്യൂസ് ഉണ്ട്. ICICI ബാങ്കിന് സെബിയുടെ ഭാഗത്തുനിന്ന് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ഒരു മുന്നറിയിപ്പ് ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. അതായത് FPIs വോളണ്ടറി റിട്ടൻഷൻ റൂട്ട് പ്രകാരം VRR പ്രകാരം ഈ ലോക്കിൻ പീരീഡ് പൂർത്തിയാക്കുന്ന മുമ്പ് നിക്ഷേപം തിരിച്ചു കൊണ്ടുപോകാൻ അനുവദിച്ചതിനാണ് ICICI ബാങ്കിന് ഒരു വാർണിംഗ് ലെറ്റർ സെബി കൊടുത്തിട്ടിരിക്കുന്നത്. ഓറബിൻ്റെ ഫാർമയുടെ പുതിയ മെഡിസിൻ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇൻഡിഗോ ഇവരുടെ 6 ഇൻ്റർനാഷണൽ റൂട്ടുകൾ ക്യാൻസൽ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി CG പവർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ഇവിടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി കമ്പനി ആരംഭിച്ചു എന്നുള്ള ന്യൂസ്. മിസ്തു കെംപ്ലാസ്റ്റ് കമ്പനി ഇവരുടെ പ്ലാന്റ് നവീകരിക്കുകയാണെന്നുള്ള ന്യൂസ്. ഡാംബർ ബയോ ഓർഗാനിക് കമ്പനി ഓർഗോന്യൂ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി AVI പോളിമേഴ്സ് കമ്പനി 1:10 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതായത് 10 സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ 1 സ്റ്റോക്കുകൾ എക്സ്ട്രാ നൽകുമെന്നുള്ള ന്യൂസാണ് ഉള്ളത്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ ഏറ്റവും സെൻട്രലായിട്ട് 23,500 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. അപ്പോൾ 23,500 സ്പോട്ട് ഉള്ളപ്പോൾ ഗ്രീൻ കളർ കോൾ റൈറ്റ് ചെയ്താണ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് 24,000 നിലകൊള്ളുന്നു. സപ്പോർട്ടായിട്ടോ മേജർ സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിലവിൽ ഉള്ളത് 23,000 എന്ന് പറയുന്ന ഒരു റേഞ്ചാണ്. 23,000 മേജർ സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്നത്. പൊതുവെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണിക്കുന്നത് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലൂടെ PCR 0.95 എന്ന നിലയിലാണ്. കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഡേ വൈസ് വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി അവിടെ തന്നെ നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മാക്സ് പെയിനും കൂടുതൽ ഇൻഡെപ്തായിട്ടുള്ള ഈ OI അനാലിസിസുകളൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾ മാത്രം അല്ല ഇത് ചെയ്യേണ്ടത്, പൊതുവേ മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ചെയ്യുക. നിങ്ങളിപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോങ് ടൈം ചെയ്യുന്ന സ്റ്റോക്കുകൾക്കും ഇതുപോലെയുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളുണ്ട്. ഇതുപോലെയുള്ള ലോങ് അൺവൈൻഡിങ്, ഷോർട്ട് കവറിങ്, ഷോർട്ട് ബിൽഡപ്പ് തുടങ്ങിയ സിനാരിയോയിലൂടെയാണ് അതും കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉചിതമായിട്ട് തീരുമാനമെടുക്കുക. വൈകിട്ട് കാണാം. താങ്ക് യു ആൾ.